Namaste. Those who are new here, I'm Dr. Susan Kaurath, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻറ്റിമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ ആർക്കാണ് ആവശ്യം, നമ്മളെ കൊണ്ട് ആർക്കൊക്കെ പ്രയോജനമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോം ചെയ്യുന്ന വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ആണ്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഇൻറ്റിമസി നമ്മൾ ഫോം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു നാർസിസിസ്റ്റിക് ആൾക്കാരോ അബ്യൂസീവ് ആൾക്കാരോ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരോ ഒക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിന് വരിക, അല്ലേ? അപ്പോൾ ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയോടോ വ്യക്തികളോടോ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ നീഡാണ്. ഇൻറ്റിമസി ഫോം ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒത്തിരി ഡയലമാസും ഒത്തിരി പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകാറുണ്ട്. അവിടെ ഒരു സൈക്കോളജിക്കൽ നീഡായ ഐ മസ്റ്റ് ബി നീഡഡ് ബൈ അതേഴ്സ്, ഒരു സൈക്കോളജിക്കൽ നീഡഡ് ബൈ അതേഴ്സ്, അതായത് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു നീഡിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റിമേറ്റ് ആകുന്ന ആളുകളുമായിട്ട്. അപ്പോൾ നമുക്കങ്ങ് ഫീൽ ചെയ്യണം, അവർക്ക് കണ്ടോ എന്നെ അവർക്ക് താല്പര്യമാണ്, എന്നെ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു, അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ എൻ്റെ സെഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കാറുള്ളൊരു കാര്യമാണ്, ഞാൻ ആർക്ക് വേണ്ടിയാ മാം ജീവിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. പലരും നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കി നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചില ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ പേരൻസിന് എന്നെ വേണ്ട, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ആർക്കും എന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മളുടെ സൈക്കോളജിക്കലി നമ്മളെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആക്കുന്ന ഒരു ഫീലിംഗ് ആണ്, എന്നെ ആർക്കും വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഉത്സാഹം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണത്. ഈ ഇൻറ്റിമേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് മറ്റൊരാൾക്ക് നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് ആൾക്കാർ ഉണ്ടാക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഈ ഒരു പ്രണയത്തിലാണെങ്കിൽ പോലും നിന്നെ എനിക്ക് ആവശ്യമാണ്, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് വേണം, ഇങ്ങനെ കേൾക്കുന്നതാണോ? ഓ എന്നെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടല്ലോ, ഞാൻ നിനക്ക് നിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്, ഞാൻ അവിടെ കാണും, ഞാനുണ്ട്, ഇത് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് കേൾക്കുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഏത് റിലേഷൻഷിപ്പിൽ നോക്കിയാൽ നമ്മളെ ഒരാൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് നമ്മളെ കൂടുതലായിട്ട് ഒരു സൈക്കോളജിക്കൽ ഫുൾഫിൽമെന്റ് തരിക. നമ്മുടെ ഒരു ഹങ്കർ, ഒരു സൈക്കോളജിക്കൽ ഹങ്കർ അങ്ങനെയാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു കാര്യം ഒത്തിരി പേര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അഡ്വാൻറ്റേജ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിലീജിയസ് ഒരു വേയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിലാണ് പലപ്പോഴും ആളുകൾ ഈ റിലീജിയസ് വേയിലേക്ക് വീണു പോകുന്നത്. അവർ പറയുന്നത്, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും, ഈ ലോകം മുഴുവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരാളുണ്ടായ ആ ഉപേക്ഷിക്കാത്ത ആളാണ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ കർത്താവ്, അങ്ങനെ കുറേ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പം നമ്മളിങ്ങനെ നമുക്കങ്ങ് ഫീൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഫീലിങ്ങും ഈ ദൈവം എന്ന സങ്കല്പവും ഇതെല്ലാം നമ്മുടെ ഉള്ളിനകത്താണ് ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ എവിടെയോ പുറത്തിങ്ങനെ തേടി അങ്ങനെ ഇരിക്കും, നമ്മൾ അങ്ങനെ പോകും. ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങനെ കണക്ഷൻ വരുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാം എവറിത്തിങ് ഈസ് നോട്ട് വിതിൻ അവർ കൺട്രോൾ, ദർ ഇസ് എ ചാൻസ് കൺട്രോൾ, പീപ്പിൾ കൺട്രോൾ എല്ലാം നമ്മുടെ ലൈഫിൽ ബാധകമാണ്. നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, നമ്മുടെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ നമ്മളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ നമ്മൾ പറയുന്ന നമ്മൾ സങ്കല്പിക്കുന്ന ദൈവം എന്നുള്ളത് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പവറിനോടാണ് നമ്മൾ പറയുന്നത്, ഇവിടെ എന്നെ ആവശ്യമുണ്ടല്ലോ, അപ്പം ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യട്ടെ, ആർക്കും എന്നെ വേണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ വേണം എന്നുള്ളൊരു പവർ നമ്മളിലേക്ക് വരും. അപ്പം എവിടെയും നമ്മൾ അങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, കാരണം അവർക്ക് എന്നെ ആവശ്യമുണ്ട്, ഇവർക്ക് എന്നെ ആവശ്യമുണ്ട്, അവിടെ എന്നെ ആവശ്യമുണ്ട്, ഇവിടെ എന്നെ ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ആ നമ്മുടെ ആ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് റിലേഷൻഷിപ്സിലേക്ക് കയറുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അത് മാത്രമായിരിക്കും ജീവിതത്തിൻ്റെ പേർപ്പസ് ആയിട്ട് പലരും കാണുന്നത്. എന്നിട്ട് അവർക്ക് നമ്മളെ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. നമ്മൾക്ക് അവരെ കൊണ്ട് എന്നെ ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോ ഡിപ്പെൻഡൻസി ഫോം ചെയ്യും. കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഞാനില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവരെ എത്തിക്കും. എന്നിട്ട് നമ്മളോട് പറയുക, ഓക്കെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡിപ്പെൻഡൻസി, നമ്മൾ കോ ഡിപ്പെൻഡൻസി ഒക്കെ ഫോം ചെയ്യുന്നത് ഇതിന്റെ ഒരു ബേസിസിലാണ്.
നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും, ആർക്കൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ആവശ്യമില്ല, നിങ്ങളെ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്തിനാ ഇവിടെ കെട്ടിക്കിടക്കണേ എന്നൊക്കെ ചോദിച്ചാലും, ഒരാൾക്കേ നിങ്ങളെ കൊണ്ട് ഈ ലോകത്ത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആർക്കൊക്കെ എന്നെ വേണ്ടെങ്കിലും എനിക്ക് എന്നെ വേണം. സോ ദ ഫസ്റ്റ് ഇൻറ്റിമസി മസ്റ്റ് ബി ഫോംഡ് വിത്ത് ദ സെൽഫ്. നമ്മളോടുള്ള ഇൻറ്റിമസി ആയിരിക്കണം നമ്മൾ ഏറ്റവും ആദ്യം ഫോം ചെയ്യേണ്ടത്. ഒരു സെൽഫ് ഇൻറ്റിമസി ഉള്ള ഒരാൾക്ക് ലൈഫിൽ ഒരിക്കലും എന്നെ ആർക്കും വേണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻറ്റോ റിലേഷൻഷിപ്പിൽ വലിയ ഭയങ്കരമായ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല. ബിക്കോസ് ദ ഫസ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്നത്, ഫസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഐ ഫോം വിത്ത് മൈ സെൽഫ്. അപ്പോൾ അതിനകത്താണ് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ യൂണിവേഴ്സും. അവിടെ നിങ്ങൾക്ക് ഗോഡ് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻറ്റിമസി ഞാൻ ഫോം ചെയ്യുക. എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഫൗണ്ടേഷൻ ഓഫ് ഓൾ ലവ്. ഓൾ ലവ് അതാണ്, എല്ലാ ലവിൻ്റെയും ഫൗണ്ടേഷൻ സെൽഫ് ലവ് ആണ്. എന്ന് പറഞ്ഞ പോലെ എല്ലാ റിലേഷൻഷിപ്സിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സെൽഫായിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഇൻറ്റിമസിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അന്ന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.